ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വൈറ്റമിൻ സി നമ്മുടെ ആരോഗ്യപരമായിട്ടും നമ്മുടെ സൗന്ദര്യപരമായിട്ടും എല്ലാം നമ്മൾ ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വൈറ്റമിൻ സി ഫേഷ്യലുകൾ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ സിറമ്, വൈറ്റമിൻ സിയുടെ ക്യാപ്സ്യൂള്, വൈറ്റമിൻ സിയുടെ സിറം ഒക്കെ നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്. ഈ ഫേഷ്യലുകളും സിറം ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ക്യാപ്സ്യൂളൊക്കെ നമ്മൾ മിക്കവാറും കഴിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യവുമായിട്ടും നമ്മുടെ സൗന്ദര്യവുമായിട്ടും ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വൈറ്റമിൻ സി എന്തിനാ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വയസ്സാകാതിരിക്കാൻ, നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവാൻ, സ്കിന്നിനൊക്കെ ഒരു ചുളുക്കമൊന്നും വരാതിരിക്കാൻ, ചുക്കിച്ചുരുണ്ടൊന്നും സ്കിന്ന് പോകാതിരിക്കാൻ, നല്ല തിളക്കമൊക്കെ നമ്മുടെ സ്കിന്നിന് വരാൻ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് നമ്മുടെ വൈറ്റമിൻ സി കൊണ്ട് നമുക്ക് പ്രയോജനമായിട്ടുണ്ടാവുന്നത്. പണ്ട് കാലത്ത് ഈ ഇങ്ങനെ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റുകളോ വൈറ്റമിൻ സിയുടെ സിറമോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലമാണ് പണ്ട്. ആ കാലത്ത് ഈ നെല്ലിക്കായും ചക്കരയും കൂടെ പ്രിസർവ് ചെയ്ത് വെക്കുകയായിരുന്നു എല്ലാവരും ചെയ്യുന്നത്. കാരണം പണ്ട് കാലത്തെ ആൾക്കാർ നല്ല ഭരണിക്കകത്ത് നെല്ലിക്കായ എല്ലാം കൂടി ഇട്ട് അതിൻ്റെ അകത്ത് ചക്കരയും കൂടി ഇട്ട് ഇങ്ങനെ കുറേ കാലത്തേക്ക് ഇങ്ങനെ വെച്ച് കുറേ നാൾ കഴിയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് അലത്തി ചേരുന്നുണ്ട്. എല്ലാ ദിവസവും ഓരോ നെല്ലിക്കായ എടുത്ത് കഴിക്കും. അങ്ങനെയാണ് അവർ വൈറ്റമിൻ സി ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇരുന്നത്. പണ്ട് ഫുഡ് സപ്ലിമെൻറ്റ്സോ ഇങ്ങനെ ക്യാപ്സ്യൂളുകളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇങ്ങനെ നെല്ലിക്ക കഴിച്ചാണ് അവരുടെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരുന്നത്. വൈറ്റമിൻ സി ഒക്കെ ദേഹത്ത് ധാരാളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും ഒക്കെ നമ്മൾ ഇങ്ങനെ നെല്ലിക്കായിൽ നിന്നാണ്. നെല്ലിക്കായ്ക്ക് നമുക്ക് തന്നെ അറിയാം, വൈറ്റമിൻ സി ധാരാളം ഉള്ളൊരു സാധനമാണ് നെല്ലിക്കായും ലെമണും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും അയൺ ഇഷ്ടം പോലെയുണ്ട്. നെല്ലിക്കായ്ക്കകത്തും നാരങ്ങയ്ക്കകത്തും ചക്കരയ്ക്കകത്തും ഒക്കെ അയണും ന്യൂട്രിയൻസും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് നമ്മളും ഇതുപോലെ ചക്കരയും നെല്ലിക്കായും കൂടെ ഭരണിക്കകത്തിട്ട് ദിവസം 1-2 വീതം കഴിക്കുകയോ, അല്ലെങ്കിൽ ഒരു നെല്ലിക്ക തന്നെ മേടിച്ചും വെച്ച് ദിവസം ഓരോന്ന് കഴിക്കുകയും ചെയ്താൽ വൈറ്റമിൻ സിയും അയണും എല്ലാം നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിലുണ്ടാവും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. നാച്ചുറലായിട്ട് നമുക്കതെല്ലാം കിട്ടും.